ഹായ് ഗൈസ്, കുഞ്ഞപ്പൻ ആൻഡ് കമ്പനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾക്കൊരു 8-ൻ്റെ പണി കിട്ടിയ ദിവസമായിരുന്നു. ഞങ്ങളിന്ന് കാലിക്കറ്റ് പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയതൊക്കെയായിരുന്നു. റോഡ് നിറയെ ബ്ലോക്കായിരുന്നു. നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്ലോക്ക്. ഞങ്ങൾ നല്ല കട്ട പോസ്റ്റ് അടിച്ചു. പിന്നെ എങ്ങനെയൊക്കെയോ കുറച്ചൊന്ന് മൂവായി വന്ന് ജസ്റ്റ് വണ്ടി എടുത്ത് തുടങ്ങിയുള്ളായിരുന്നു. അപ്പം പണി കിട്ടി. വണ്ടിയുടെ ഗിയറും ചേഞ്ച് ആവുന്നില്ല, റിവേഴ്സിലോട്ട് മാത്രം പോകുന്നു. വഴിയിൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല കട്ട പോസ്റ്റാണ്. അങ്ങനെ അവസാനം റെനോൾട്ടിൽ വിളിച്ചു. പുതിയ വണ്ടിയാണല്ലോ, റെനോൾട്ടിൽ വിളിച്ചു. അങ്ങനെ അവിടെ നിന്ന് റോഡ് അസിസ്റ്റൻറ്റിൻ്റെ ടീം വണ്ടി കൊണ്ടുപോകാനായിട്ട് വന്നു. കുറേ നമ്മൾ കോളൊക്കെ ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം ഡിലേ ഒന്നും വന്നില്ല. അവർ ചെക്ക് ചെയ്ത് നോക്കി, സെയിം ഇഷ്യൂ തന്നെ. അങ്ങനെ അവർ ചാച്ചനെ വണ്ടിയിൽ ഇട്ടിട്ട് കുറച്ച് തള്ളി ബാക്കോട്ടേക്ക് ആക്കി. കാരണം അവർക്ക് ഫ്രണ്ടിലിട്ട് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു വെച്ചതായിരുന്നു. അപ്പം ഞങ്ങളാണെങ്കിൽ വണ്ടി നിറയെ സാധനങ്ങളുണ്ട്. നാട്ടിൽ പോകാൻ ഇറങ്ങിയതാണല്ലോ. അപ്പം ജസ്റ്റ് കുറച്ച് ദിവസം അവിടെ സ്റ്റേ ചെയ്യണം എന്നുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു ഇറങ്ങിയത്. അതുകൊണ്ട് കുറേ സാധനങ്ങളുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. ഞങ്ങളും ആകെ മൊത്തം ടെൻഷനാണ്. കുഞ്ഞൂസുണ്ട്, അവനാണെങ്കിൽ നല്ല ഇറിറ്റേഷനായി വരുന്നുണ്ടായിരുന്നു, കരച്ചിലും. പിന്നെ ഉറങ്ങേണ്ട ഒരു സമയമൊക്കെയാണ്. അപ്പം ആ ഒരു മുഷിച്ചിലും പിന്നെ ചൂടല്ലോ, റോഡ് സൈഡ് നമ്മളിങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അതും ഒരു ഇറിറ്റേഷനല്ല. ഇടയ്ക്ക് ഞാൻ അവനെ കൊണ്ടുപോയി ഫുഡ് കൊടുത്തു. കഞ്ഞി എടുത്തിട്ടുണ്ടായിരുന്നു പാക്ക് ചെയ്തിട്ട്, അത് കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്യും. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് റിട്ടേൺ പോകാനുള്ള വണ്ടി ഇവർ അറേഞ്ച് ചെയ്ത് തരുമായിരുന്നു. റെനോൾട്ടിൻ്റെ ടീം തന്നെ 150 കിലോമീറ്റേഴ്സിനകത്താണെങ്കിൽ അവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. വണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഞങ്ങളെ വണ്ടി പിക്കപ്പ് ചെയ്യാൻ പോകുന്ന ആളും ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, ഞങ്ങളും വെയിറ്റിംഗ് ആണ്. പക്ഷേ ആ വണ്ടി മാത്രം അവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് ഇതിനകത്തുള്ള സാധനം മൊത്തം നമ്മൾ ഓട്ടോയുടെ ബാക്കിലോട്ട് ഡിക്കിയിലോട്ടാക്കി. എല്ലാം കുറേ നുറുക്ക് സാധനങ്ങളായിരുന്നു. വണ്ടി കൊണ്ടുപോകുന്നത് കൊണ്ട് ഒന്നും തന്നെ അതിൽ വെക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ പെറുക്കിയെടുത്ത് എല്ലാം അതിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. വണ്ടി അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള അറേഞ്ച്മെൻറ്റ്സും തുടങ്ങി. എന്തൊക്കെയോ ഈ ടയർ ഇതിനകത്ത് ഇവരുടെ ഈ ഒരു മെഷീനകത്തോട്ട് ഫിറ്റാക്കിയിട്ട് വലിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയാണ്. ചാച്ചൻ്റെ നെഞ്ചത്ത് അടികുടിഞ്ഞ അവസ്ഥയാണ്. എൻ്റെ വണ്ടീനെ വലിച്ചുകൊണ്ട് പോവല്ലടാ എന്ന് ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓട്ടോ ഡ്രൈവർ നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു കേട്ടോ. ആളും കൂടെ ഹെൽപ്പ് ചെയ്ത് വണ്ടി തള്ളി അവരതൊക്കെ സെറ്റ് ചെയ്ത്. കുറച്ച് പണിയുണ്ടായിരുന്നു. പിന്നെ ഇവരിത് കൊണ്ടുപോകാതെ നമുക്ക് ഇവരുടെ അടുത്തിട്ടിട്ട് നമുക്ക് പോകാനും കഴിയില്ലല്ലോ. അതുകൊണ്ട് അതെന്താ പരിപാടി, ഇവരെന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ പിന്നെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു കേട്ടോ, അങ്ങോട്ട് പോയിക്കോ, സെറ്റാക്കി തന്നിട്ട് ജസ്റ്റ് വണ്ടി അതിനകത്തേക്ക് ഫിറ്റാക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പോയിക്കോ, ഞാൻ കൊണ്ടുപോയിക്കോളാം വണ്ടി ഇട്ടോന്ന്. പക്ഷേ ഞങ്ങൾ പിന്നെ അവിടെ തന്നെ നിന്നു. കാരണം നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അത് ബൈക്കാണെങ്കിലും കാറാണെങ്കിലും നമ്മളൊരു സെക്കൻഡ് ഹോമാണ്. ഞങ്ങൾക്കാണെങ്കിൽ ആക്ച്വലി അതൊരു സഞ്ചരിക്കുന്ന വീട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കളിയാക്കും വീട്ടിൽ നിന്നൊക്കെ. കാരണം അതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ടാവും. എപ്പോഴും സ്റ്റില്ലായിട്ട് കുഞ്ഞുവിൻ്റെ കുറേ സാധനങ്ങൾ. നമുക്ക് ഏത് സമയം എവിടെ സ്റ്റക്കായാലും ഒന്നിനൊരു ബുദ്ധിമുട്ട് വരരുത് എന്നുള്ള രീതിയിൽ എപ്പോൾ എവിടേക്ക് ഇറങ്ങുകയാണെങ്കിലും കുറേ സാധനങ്ങളുണ്ടാവും. ഡ്രസ്സ്, ഡയപ്പറ്, പിന്നെ സ്പെയർ ആയിട്ടുള്ള ചെരുപ്പുകൾ, ഞങ്ങളുടെ ഒരു 2 ജോഡി ഡ്രസ്സ്. കാരണം എപ്പോഴെങ്കിലും കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ എപ്പോഴെങ്കിലും ഒരു മീറ്റിങ്ങോ കാര്യങ്ങളൊക്കെ വന്നാൽ ഞങ്ങൾക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം എടുക്കുന്നത്. വെള്ളം ഉണ്ടാവും, അവൻ്റെ ഫുഡ് ഉണ്ടാവും, പിന്നെ നമുക്കുള്ള എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളോ അതും അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് അത്യാവശ്യം നല്ല എപ്പോഴും പാക്കേജ് ഉണ്ടാവും. ഞങ്ങളൊരു സെക്കൻഡ് ഹോമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം. കാരണം ഇത് ഞങ്ങൾ ആദ്യം ഉപയോഗിച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി വേറെ ആയിരുന്നു. അത് കൊടുത്തിട്ട് പുതിയ വണ്ടി വാങ്ങിച്ചായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ പണി കിട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര വിഷമം. ചാച്ചനാണെങ്കിൽ വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതിൻ്റെ സങ്കടം അതിനേക്കാളും. അവരതൊക്കെ എന്തൊക്കെയോ ചെയ്ത് വണ്ടി അതിൻ്റെ മുകളിൽ കണക്ട് ചെയ്ത് വെച്ചു വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. ടയറിൻ്റെ മുകളിലൊക്കെ എന്തോ ഇട്ട് വലിച്ച് കെട്ടി സെറ്റാക്കി. ആ സമയം ഞങ്ങൾ ഒരു ഹോട്ടലിൻ്റെ അടുത്തായിരുന്നു നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന്. അപ്പം ഞങ്ങൾ അവിടെ കയറി നൈറ്റിലോട്ടുള്ള ഫുഡും കൂടി പാർസൽ വാങ്ങി നാട്ടിൽ പോകുന്ന പരിപാടി ക്യാൻസൽ ചെയ്തു. വണ്ടി അവരെടുത്തുകൊണ്ട് പോകുന്നു. ഇത് കാണുമ്പോൾ ചാച്ചൻ്റെ നെഞ്ചത്ത് തീയായിരുന്നു. അയ്യോ ഇങ്ങനെ കൊണ്ടുപോകല്ലേ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ആ ഓട്ടോയിൽ തന്നെ കോട്ടക്കിലേക്ക് തന്നെ തിരിച്ചു പോയി. കാരണം കാലിക്കറ്റ് പോകല് പോസിബിൾ ആയിരുന്നില്ല. ഇവിടുന്ന് കുറച്ചുകൂടെ ദൂരം ഉണ്ടായിരുന്നു. ഇത് ഏകദേശം മലപ്പുറം വിട്ടിട്ടില്ലായിരുന്നു ഞങ്ങൾ. കുഞ്ഞു കുറേ നേരം ഇരുന്നു. പിന്നെ കുഞ്ഞു ഉറങ്ങിപ്പോയി. അവന് അപ്പോഴേക്കും ക്ഷീണമായി. അവൻ പിന്നെ വേറെ വഴിയില്ലാതെ ഉറങ്ങി. പിന്നെ ഞങ്ങളങ്ങനെ ഓട്ടോയിൽ റിട്ടേൺ അടിച്ചു. പക്ഷെ അപ്പോഴും നല്ല ബ്ലോക്ക് തന്നെയായിരുന്നു. ബ്ലോക്കിനൊരു കുറവില്ല. എന്നാലും ഞങ്ങൾ വീട്ടിലെത്തി.